സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന 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 ഇടയൻ ഇതാ പൊൻകരങ്ങൾ കാൽവരിക്കുന്നിലൻ ജീവൻ തിരിച്ചേകാനാണികളേറ്റ കൈകൾ ക്രൂശുപേറിയ പൊൻകരങ്ങൾ എന്റെ പാപം ചുമന്ന കൈകൾ കാൽവരിക്കുന്നിലൻ ജീവൻ തിരിച്ചേകാനാണികളേറ്റ കൈകൾ എന്റെ പാപം ചുമന്ന കൈകൾ വചനം അരുളും അധരം രക്ഷതൻ മൊഴി തൂകും അധരം വചനം അരുളും അധരം രക്ഷതൻ മൊഴി തൂകും അധരം കാറ്റിനെ ശാസിക്കും മൃതരെയുയിർപ്പിക്കും കാറ്റിനെ ശാസിക്കും മൃതരെയുയിർപ്പിക്കും അനവദ്യമാം നിന്റെ അധരം അഭിവന്യമാം നിന്റെ മൊഴികൾ ഇതാ നല്ലിടയൻ ഇതാ പൊൻകരങ്ങൾ കാൽവരിക്കുന്നിലൻ ജീവൻ തിരിച്ചേകാനാണികളേറ്റ കൈകൾ ക്രൂശുപേറിയ പൊൻകരങ്ങൾ എന്റെ പാപം ചുമന്ന കൈകൾ കാൽവരിക്കുന്നിലൻ ജീവൻ തിരിച്ചേകാനാണികളേറ്റ കൈകൾ എന്റെ പാപം ചുമന്ന കൈകൾ
രക്തം ഒഴുകും ഹൃദയം, സ്നേഹത്തിൻ നിറവാർന്ന ഹൃദയം. രക്തം ഒഴുകും ഹൃദയം, സ്നേഹത്തിൻ നിറവാർന്ന ഹൃദയം. പാപിയെ ഏറ്റിടും പാപങ്ങൾ നീക്കിടും, പാപിയെ ഏറ്റിടും പാപങ്ങൾ നീക്കിടും പാവനമായുള്ള ഹൃദയം. പരിശുദ്ധമാം തവ സ്നേഹം, ഇതാ നല്ലിടയൻ, ഇതാ പൊൻകരങ്ങൾ. കാൽവരിക്കുന്നിലൻ ജീവൻ തിരിച്ചേകാൻ ആണികളേറ്റ കൈകൾ, ക്രൂശുപേറിയ പൊൻകരങ്ങൾ. എന്റെ പാപം ചുമന്ന കൈകൾ, കാൽവരിക്കുന്നിലൻ ജീവൻ തിരിച്ചേകാൻ ആണികളേറ്റ കൈകൾ. എന്റെ പാപം ചുമന്ന കൈകൾ, എന്റെ പാപം ചുമന്ന കൈകൾ, എന്റെ പാപം ചുമന്ന കൈകൾ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഉറപ്പുള്ള വിശ്വാസമാണ്. ഹെബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടു എന്നുള്ള ബോധ്യവുമാണ്. ഈ വിശ്വാസം മൂലമാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായത്. ഈ വിശ്വാസത്തിൻ്റെ ശക്തിയാലാണ് മോശ ചെങ്കടൽ വിഭജിച്ചത്. ഈ വിശ്വാസത്തിലൂടെയാണ് ഹേനോക്ക് ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ഈ വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് നടന്ന് നീങ്ങിയത്. ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ടാണ് 3 യുവാക്കൾ തീച്ചൂളയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചത്. ഈ വിശ്വാസത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടും പത്രോസ് ശാന്തമായി തടവറയിൽ കിടന്ന് ഉറങ്ങിയത്. ദൈവാത്മാവ് നമ്മളെയും ക്ഷണിക്കുന്നത് ഈ ഉറപ്പുള്ള വിശ്വാസത്തിലേക്കാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 46 മുതൽ 52 വരെയുള്ള വാക്യത്തിൽ ഉറപ്പുള്ള ഒരു വിശ്വാസിയെ നമുക്ക് കാണിച്ചു തരികയാണ്. ജന്മനെ അന്ധനായ ബർത്തമിയോസ് പതിവ് പോലെ തുണി നിവർത്തിയിട്ട് ധർമ്മമെടുക്കാനിരിക്കുമ്പോൾ പതിവില്ലാത്ത ശബ്ദം കേട്ടുകൊണ്ട് ബർത്തിമിയോസ് തിരക്കുകയാണ്. എന്താണ് ആ ശബ്ദം? ആരോ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവാണു എന്ന്. ആ സമയം അവൻ്റെ പിടുത്തം മുഴുവൻ വിട്ടു. അവൻ്റെ ചങ്കിൽ കൊണ്ടു നടന്ന വേദന മുഴുവൻ ഉയർത്തിയിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കേട്ട അനേകർക്ക് ആ ശബ്ദം അരോചകമായിരുന്നു. അതിനാൽ ആ മനുഷ്യനെ ശകാരിക്കുകയും ചെയ്തു. എന്നാൽ ബർത്തമിയോസിനെ സംബന്ധിച്ച് ഒരു ജന്മം മുഴുവൻ കൊണ്ടു നടന്ന ചങ്കിൻ്റെ വേദനയാണ് നിലവിളിയായി ഉയർന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, അനേകർ യേശുവിനെ കാണുകയും അനേകർ യേശുവിനെ സ്പർശിക്കുകയും ചെയ്തിരുന്നു. കണ്ടവർക്കും സ്പർശിച്ചവർക്കും യേശുവിനെ കണ്ടതിലുള്ള സന്തോഷവും സ്പർശിച്ചതിലുള്ള ആനന്ദവുമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും യേശുവിനെ കാണാതിരുന്ന ബർത്തമിയോസ് അവൻ്റെ ആകത്തുകയായി സൂക്ഷിച്ച വിശ്വാസം ചങ്കിൽ നിന്ന് ഉയർത്തിയിട്ട് അവൻ വിളിക്കുകയായിരുന്നു. ഇവിടെ കണ്ടവർക്കോ സ്പർശിച്ചവർക്കോ ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരിക്കലും കാണാത്ത ബർത്തമിയോസിൻ്റെ നിലവിളിയാണോ യേശുവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. യേശു പെട്ടെന്ന് നിന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് യേശു പറയുകയാണ്, അവനെ വിളിക്കുക. ഇവിടെ ഒരു മനുഷ്യൻ ബർത്തമിയോസിനോട് ഒന്ന് പറയുകയാണ്, സമാധാനമായിരിക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഈ പറഞ്ഞ മനുഷ്യൻ അറിയാമായിരുന്നു ബർത്തമിയോസിന് സമാധാനം ഇല്ല എന്ന്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അതായത് ഒരു ധർമ്മക്കാരൻ എന്നുള്ള പേര് കേട്ട് അനേകരുടെ മുമ്പിൽ
കൈനീട്ടി മടുത്ത മനസ്സുമായിട്ടാണ് പതിവ് പോലെ അവൻ തുണി നിവർത്തിയിട്ടിരിക്കുന്നത്. എന്നാൽ യേശുവാണ് തന്നെ വിളിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ആദ്യം ചെയ്തത് അവൻ ആ പുറംകുപ്പായം വലിച്ച് എറിഞ്ഞ് കളയുകയാണ്. കാരണം ഇത്രയേ ഉള്ളൂ, അവനെ സംബന്ധിച്ചുള്ള പുറംകുപ്പായം പകല് ഉപജീവന മാർഗം കഴിക്കുവാൻ നിവർത്തിയിടുന്നതും രാത്രി തണുപ്പ് അകറ്റുവാൻ വേണ്ടി പുതയ്ക്കുന്നതുമായിരുന്നു. എന്നാൽ യേശുവാണ് തന്നെ വിളിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉറപ്പിച്ചു, ഇനി ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടവനല്ല, ഞാനൊരു ധർമ്മക്കാരനല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാണ്. യേശുവാണ് എന്നെ വിളിക്കുന്നത് കൊണ്ട് യേശു എന്നെ സംരക്ഷിക്കും എന്നവൻ ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമത് അവൻ തുള്ളിച്ചാടുകയായിരുന്നു. സൗഖ്യം കിട്ടുന്നതിന് മുമ്പ് ആനന്ദത്തോടെ തുള്ളിച്ചാടുന്ന ഒരു വ്യക്തിയെ ബർത്തിമേയോസിന് കാണാം. കാരണം യേശുവാണ് അവനെ വിളിച്ചതെങ്കിൽ അവൻ സൗഖ്യം കിട്ടുന്നതിന് മുമ്പ് സൗഖ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ബർത്തിമേയോസിൻ്റെ ഹൃദയത്തിൽ ഒരു ജന്മം മുഴുവൻ കൊണ്ടു നടന്ന വേദനകളും പരാജയങ്ങളും സങ്കടങ്ങളും ആനന്ദത്തിൻ്റെ സ്തുതിയും ആനന്ദത്തിൻ്റെ നൃത്തവുമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ബർത്തിമേയോസ്, പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കുറവുകളല്ല നമ്മുടെ വേദന, ചില പരാജയങ്ങളല്ല നമ്മുടെ വേദന, ചില വേർപാടല്ല നമ്മളെ തളർത്തുന്നത്. ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും അതിനേക്കാൾ വലിയ വേദനയാണ് കുറവുകളെ ചൊല്ലി, പരാജയങ്ങളെ ചൊല്ലി സമൂഹത്തിൽ നിന്നും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചില നൊമ്പരങ്ങൾ, ചില മാറ്റി നിർത്തപ്പെടൽ, ചില കുറ്റപ്പെടുത്തലുകൾ നമ്മളെ തളർത്തിയിരിക്കാം. ബർത്തിമേയോസിൻ്റെ ജീവിതത്തിലും അവൻ്റെ കാഴ്ചക്കുറവ് ആയിരുന്നില്ല അവനെ തളർത്തിയത്. അവനെ തളർത്തിയത് അനേകരുടെ മുമ്പിൽ കൈനീട്ടിപ്പോഴും ഷഹാരമാക്കുകളും മാറ്റി നിർത്തപ്പെടലും അടിച്ചമർത്തപ്പെടലും അവനെ തളർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ യേശു അവനെ എപ്പോൾ സ്വന്തമാക്കിയോ അപ്പോൾ അവൻ പുത്രസ്ഥാനത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ! ഈ വിശ്വാസത്തിലേക്കാണ് നമ്മളും കടന്നു വരേണ്ടത്. എബ്രായർ 11:6 പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്കായി അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നീ വിശ്വസിക്കണം. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. 2009 മാർച്ച് മാസം 21 നടന്ന ഒരു മഹാ അത്ഭുതം 2010 ഡിസംബർ 12 ലോകമാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ നിറഞ്ഞു നിന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ബിജു തൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് 2009 മാർച്ച് മാസം 21 നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നുറങ്ങിയ സുഷ എന്ന് പറയുന്ന ഒരു 2 മക്കളുടെ അമ്മ ബിജുവിൻ്റെ ജീവിത പങ്കാളി ഒരു ദുർസ്വപ്നം എന്നതുപോലെ കാണുകയാണ്. തൻ്റെ എല്ലാമായ ഭർത്താവുന്ന ബിജു മരിച്ച് വെള്ളത്തുണിയിട്ട് മൂടിയിട്ടിരിക്കുന്ന സ്വപ്നം കാണുന്നു. ദുർസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഫോൺ ബെല്ലടിച്ചു. നിമിഷങ്ങൾ കൊണ്ട് അറിയുകയാണ് തൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന്. കണ്ട സ്വപ്നവും കേട്ട വാർത്തയുടെയും ഭയാനകമായ അവസ്ഥയിൽ 2 മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിക്കുകയായിരുന്നു ഈ വീട്ടമ്മ. തൻ്റെ സ്നേഹിതരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ICUവിൽ കണ്ണാടിയിലൂടെ കാണുകയാണ് ഇന്നലെ വരെയും തൻ്റെ ചങ്കിനോട് ചാരിക്കിടന്ന, ഇന്നലെ വരെയും തൻ്റെ മക്കളെ കളിപ്പിച്ച, ഇന്നലെ വരെയും തന്നോട് സ്നേഹം പങ്കുവെച്ച തൻ്റെ എല്ലാമായ ബിജുവിനെ മരിച്ചു എന്നുറപ്പിച്ചുകൊണ്ട് വെള്ളം പുതപ്പിച്ച് ഡോക്ടർ ഹസൻ തലയും കുനിച്ചുകൊണ്ട് ICUവിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തി ചങ്കുപൊട്ടി നിലവിളിക്കുകയാണ്, ലാസറിനെ ഉയർപ്പിച്ച എൻ്റെ ദൈവമേ, എൻ്റെ ബിജുവിനെ നീ എനിക്ക് തിരികെ തരണം. ഏറെ സമയങ്ങൾ കൈ 2 സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. കണ്ണുനീര് ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങുന്നു. ഇവളുടെ നിലവിളി കേട്ടുകൊണ്ട് ഡോക്ടർ ഹസൻ തിരിച്ചു വരികയും 100 കണക്കിന് വ്യക്തികൾ സുഷയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുകയും ചെയ്തു. ആർക്കും ഇവളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. ഇവളെ ആരെയും ദർശിക്കുന്നതുമില്ല. ഇവളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്കാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാർത്തായുടെയും മറിയത്തിൻ്റെയും കണ്ണുനീരിൻ്റെ മുമ്പിൽ
മൂന്നാമതൊരു 33 വയസ്സുകാരനായ ഈശോ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ലാസറേ പുറത്തു വാ എന്ന് അരുൾ ചെയ്ത യേശുവിനെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ആഴമുള്ള വിശ്വാസത്താൽ ഉറക്കെ നിലവിളിക്കുകയാണ്. ഏറെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ബോഡി മോർച്ചറിലോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. അപ്പോഴും ഇവൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡി മോർച്ചറിലോട്ട് കൊണ്ടുപോയാണ്. ആ സമയം നൂറുകണക്കിന് വ്യക്തികൾ ഇവൾക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോഴും ഇവളുടെ നിലവിളി മുഴുവൻ സ്വർഗസ്ഥനായ പിതാവിനെ നോക്കിയിട്ടുള്ള നിലവിളിയായിരുന്നു. ആ ബോഡി കൊണ്ടുപോകുന്ന വഴി അതിൽ ഒരു വ്യക്തിക്ക് തോന്നി ആ മുഖം ഒരിക്കൽ കൂടെ ഒന്ന് കാണണമെന്ന്. വൈറ്റ് തുണി മുഖത്തു നിന്ന് എടുത്തു മാറ്റുമ്പോൾ വലത് കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുവാൻ തുടങ്ങുന്നു. വീണ്ടും ഡോക്ടർ ഹസൻ ബോഡി ICUയിലേക്ക് മാറ്റി നിരവധി ടെസ്റ്റുകൾ ചെയ്തു. വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചു 5% ജീവൻ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ട്. 95% മരിച്ചു കഴിഞ്ഞു. ഒരു ഓപ്പറേഷനിലൂടെ ബിജു എന്ന ചെറുപ്പക്കാരൻ്റെ ശരീരം നിശ്ചലമായി പോയി. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിധി എഴുതി കഴിഞ്ഞു. ബിജുവിൻ്റെ മറ്റ് സഹോദരങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഈ കിടപ്പ് കിടന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ബിജു മരിച്ചു കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഉത്തമ വിശ്വാസിയായ കർത്താവിൽ ആഴമായി ശരണപ്പെട്ട ഈ സുഷ എന്ന് പറയുന്ന ബിജുവിൻ്റെ ജീവിത പങ്കാളി ഉറക്കെ പ്രഖ്യാപിച്ചു, എൻ്റെ ചേട്ടനെ 100% ജീവനോടുകൂടി തിരിച്ചു തരാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന്. 10 ദിവസത്തിന് ശേഷം അവൾ ജോലി ചെയ്ത അമരി ഹോസ്പിറ്റലിലേക്ക് ശരീരം മാറ്റി. നീണ്ട 56 ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടുകൂടിയും അവൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. 56-ാം ദിവസം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഇളയ മകൻ രോഗനെ സ്കൂളിൽ ചേർത്തു എന്ന വാക്ക് കേട്ടപ്പോൾ ബിജുവിൻ്റെ മുഖമൊക്കെ തുടിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 56-ാം ദിവസം എസെക്കിയേൽ പ്രവാചകൻ്റെ പ്രവചനം വഴി താഴ്വരയിൽ കിടന്ന അസ്ഥികളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അസ്ഥികളിൽ മാംസപേശികൾ മൂടുകയും ആത്മാവ് പ്രവേശിക്കുകയും അസ്ഥികൾ പ്രവചിക്കുകയും ചെയ്തതുപോലെ തകർന്നു കിടന്ന അസ്ഥികളിലേക്ക്, ചലനമില്ലാത്ത ശരീരങ്ങളിലേക്ക്, ഞരമ്പുകളിലേക്ക്, ഉള്ളംകാലം മുതൽ ഉച്ചിയിലേക്ക് ഉന്നതത്തിൽ നിന്നും ഒരു ശക്തി ഇറങ്ങി വരികയും ബിജു ചാടി എഴുന്നേറ്റ് തൻ്റെ ജീവിത പങ്കാളിയെയും ആലിംഗനം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്ന ചിത്രമാണ് ലോകമാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മനോരമ പത്രവും പ്രിയപ്പെട്ടവരെ പ്രസിദ്ധീകരിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് കടന്നു പോകുന്നൊരു ദൈവമല്ല. നമ്മുടെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ വിടുവിക്കുന്നൊരു കർത്താവിലാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ നെടുവീർപ്പുകളിൽ ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ ആലിംഗനം ചെയ്യുന്ന ഒരു ദൈവത്തിലാണ് നമ്മുടെ ആശ്രയത്വം. എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും ഏത് ദിശയിലിരുന്ന് കേട്ടാലും നീ ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവം നിന്റെ സമീപസ്ഥിരിക്കുകയാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ ദൈവ പൈതലേ, നീ യേശുവിലാണ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ചവനെ ഉയർപ്പിച്ചവൻ മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള വിശ്വാസവും കൂടി കൈമാറിയിട്ടാണ് ഈ യേശു കടന്നു പോകുന്നത്. 5 അപ്പം 5000-ൽ പരം പുരുഷന്മാർക്കും അതിനു വേണ്ടുന്ന സ്ത്രീകൾക്കും അതിനു വേണ്ടുന്ന കുഞ്ഞുങ്ങൾക്കും നൽകിയ ഒരു ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. വെള്ളം വീഞ്ഞാക്കുകയും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുകയും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ മനുഷ്യനെ പരിശീലിപ്പിച്ച ഒരു ദൈവത്തിലാണ് നമ്മുടെ ആശ്രയത്വം. എങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. 116-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ലോകം പറഞ്ഞിരിക്കാം ഇനി നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന്. വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കാം നീ ഇനി സൗഖ്യം പ്രാപിക്കില്ല എന്ന്. സമൂഹം പറഞ്ഞേക്കാം നിന്റെ പ്രശ്നങ്ങൾക്ക് ഇനി പരിഹാരമില്ല എന്ന്. എന്നാൽ ഈ നിമിഷം യേശു പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മോശ ഒരൊറ്റ ആശ്രയത്വം മാത്രമേ ഉള്ളായിരുന്നു മോശയ്ക്ക്. 20 ലക്ഷം ജനങ്ങളെയും അസംഖ്യം മൃഗങ്ങളെയും മോശ സംരക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ മോശ
ഏകസത്യ ദൈവത്തിൽ മോശ വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും. 23-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യത്തിലും പറയുകയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദ് ഇത് പറയുമ്പോൾ ദാവീദ് മരണം മുഖത്തോട് മുഖം നോക്കി ദർശിച്ചു. സാബൂൾ എന്ന രാജാവ് ദാവീദിൻ്റെ ജീവന് ബല പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് അനേക തവണകൾ ഓടി ഒളിക്കുകയായിരുന്നു. ദാവീദിൻ്റെ ഹൃദയത്തിൽ ഭയം ഏറെ കടന്നുകൂടിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദാവീദിനോട് പറഞ്ഞ സുവിശേഷമാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, എങ്കിലും എങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇവിടെയാണ് തൻ്റെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടപ്പോൾ, ലോകം മുഴുവൻ സഹതപിച്ചപ്പോഴും ഈ പാവപ്പെട്ട പെൺകുട്ടി, 2 മക്കളുടെ അമ്മ കർത്താവിൽ ആശ്രയിച്ചു. ഒരുപക്ഷെ ഇപ്പോൾ ഇത് ഏതോ ഒരു രാജ്യത്തിരുന്ന് കേൾക്കുവാനും സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞ വാർത്തയാണ്, വിദേശ രാജ്യങ്ങളിൽ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട്, യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ഈ കുടുംബം ജീവിക്കുന്നുവെന്ന് 2010 മനോരമ പേപ്പറിൽ അവർ സാക്ഷ്യമെന്നതുപോലെ വിവരിച്ചു. ദൈവ പൈതലേ, യേശു നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടി ഉള്ളത് മാത്രം അല്ല, അത് ലോകം മുഴുവനും കൂടെ വേണ്ടി ഉള്ളതാണ്. ഒരു വിശ്വാസിക്ക് യേശു ഒരു പ്രവൃത്തി ചെയ്യും. ഹബക്കുക്ക് 1:5 പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. അപ്പോസ്തല പ്രവർത്തനം 13:41 പറയുന്നു, ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഇതാ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദനെ, നീ ഹൃദയം തളർന്നിരിക്കുകയാണോ? നീ വേദനിച്ചിരിക്കുകയാണോ? നിനക്കിനി പരിഹരിക്കാൻ കഴിയത്തില്ലോ നിൻ്റെ പ്രശ്നങ്ങൾ? നീ ഇതിൽ വിശ്വസിച്ചു. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത പറ്റാത്തൊരു പ്രവൃത്തി ഈശോ ഇതാ നിനക്ക് വേണ്ടി ചെയ്യാൻ പോയാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഏറ്റുപറയണം. ജീവിതത്തിൻ്റെ പരിവരുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, നൊമ്പരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും, ലോകം നമ്മളെ കൈവിട്ടു എന്ന് തോന്നുമ്പോഴും നമ്മളെല്ലാവരും ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു രഹസ്യമാണ്. സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ രഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. ഇപ്രകാരം നമ്മൾ പ്രഖ്യാപിക്കണം: ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കടന്നു ചെല്ലാൻ ഒരു ഇടവും സമീപിക്കാൻ ഒരു വ്യക്തിയുമുണ്ടെന്ന് അവൻ ഉറപ്പുണ്ട്. കർത്താവിൻ്റെ ആലയം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ആ ആലയത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. അൾത്താരയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയെയും കർത്താവ് കൈവിട്ടിട്ടില്ല. അൾത്താരയോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിശ്വാസം. വരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വരമാണ് വിശ്വാസത്തിൻ്റെ വരം. ഈ വിശ്വാസത്തിൻ്റെ വരത്തിലൂടെയാണ് വിശുദ്ധി പ്രാപിക്കുന്നത്. ഈ വിശ്വാസം എന്ന വരം പ്രകടമാകുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ ഈശോ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മൾ ഈ ലോകം വിട്ടുപോയാലും, യുഗങ്ങൾ കഴിഞ്ഞു പോയാലും, യുഗാന്ത്യം വരെയും ശബ്ദങ്ങളിലൂടെയും ലിപികളിലൂടെയും അക്ഷരത്താളുകളിലൂടെയും ഒരു വിശ്വാസി ജീവിക്കും. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് നൂറ്റാണ്ടുകളേറെയായിട്ടും ഇന്നും ജീവിക്കുകയാണ്. ഈ പ്രസംഗത്തിലൂടെ പോലും പത്രോസിനിയ വിശ്വാസം വഴി മാർപ്പപ്പയുടെ തലത്തിലേക്ക് ഉയർന്ന് സഭാ നേതാവായെന്ന് ഇന്ന് സുവിശേഷത്തിലൂടെ ജീവിക്കുകയാണ്. അതിനാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 34-ാം അധ്യായത്തിൽ 10-ാം വാക്യം പറയുകയാണ്, ലോകത്തിൽ ഒരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തിയെ നോക്കി വീക്ഷിക്കും. ഇന്നലെ വരെയും നമ്മളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ,
ഇന്നലെ വരെ നമ്മൾ അവഹേളിച്ച വ്യക്തികളുടെ മുമ്പിൽ കർത്താവിൻ്റെ മകനാണെന്നും കർത്താവിൻ്റെ മകളാണെന്നും ഏറ്റുപറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലിനെയും നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ എളിയദാസനെ കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, വിശ്വാസത്തിന് മങ്ങനേറ്റിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അനേകർ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും അവരായിരിക്കുന്ന മേഖലകളിൽ സംഭവിക്കാനായി അപ്പോസ്തല പ്രവർത്തനം 4:30 അങ്ങയുടെ കരം ബലം പ്രകടമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന